നമസ്കാരം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് നമ്മുടേത്. പണ്ട് കാലങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീ സുരക്ഷ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് സ്ത്രീകൾക്ക് സ്വന്തമായി എടുക്കാനുള്ള സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമോ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ അവസ്ഥ അല്ല ഇപ്പോൾ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതേസമയം ഓരോ രാജ്യങ്ങളും എങ്ങനെ പുരോഗതി കൈവരിക്കാമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള ആശയങ്ങളും അവർ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ വരുന്ന പല തീരുമാനങ്ങളും നിയമങ്ങളും പലപ്പോഴും ഒരു കൗതുകമായിട്ടും ചിലപ്പോഴൊക്കെ പല വിവാദങ്ങൾക്കും കാരണമാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജപ്പാനിലെ ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ വിവാദ നിർദ്ദേശവുമായി നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. 30 വയസ്സ് തികഞ്ഞ സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്യാമെന്നാണ് പാർലമെന്റ് അംഗം നവോഗി ഹക്യുദ പറയുന്നത്. ജപ്പാൻ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ചർച്ചയുടെ ഭാഗമായി രാജ്യത്തിന്റെ ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളെ പറ്റി സംസാരിക്കുമ്പോഴാണ് ജാപ്പനീസ് കൺസർവേറ്റീവ് പാർട്ടി നേതാവായ നവോക്കി ഹിക്യുദയുടെ വിചിത്രമായ നിർദ്ദേശം. 25 വയസ്സിന് ശേഷം സ്ത്രീകൾ വിവാഹിതരാകുന്നത് നിരോധിക്കണമെന്നും 30-ാം വയസ്സിൽ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നാണ് മന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇതിലൂടെ നേരത്തെ തന്നെ വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാകാനും ഇത് സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. 18 വയസ്സിനു ശേഷം സ്ത്രീകൾക്ക് സർവകലാ വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തണമെന്നും എന്തൊക്കെയാണ് ഇയാളുടെ വിചിത്രവാദങ്ങൾ. അതേസമയം ഇയാളുടെ സ്ത്രീവിരുദ്ധ ആശയത്തെ നിഷേധിച്ച സ്ത്രീകൾ ഹിക്യുദയോട് ക്ഷമാപണം നടത്താൻ ആവശ്യമുന്നയിച്ചു. സംഭവം വിവാദമായതോടെ തന്റെ പരാമർശത്തിൽ ക്ഷമാപണം നടത്തിയ മന്ത്രി ഈ വിധത്തിലുള്ള ഏതെങ്കിലും ചെയ്യാതെ നമുക്ക് സാമൂഹിക ഘടനയെ മാറ്റാൻ കഴിയില്ലെന്നാണ് പറയാൻ ഉദ്ദേശിച്ചതെന്നും പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് ചോദിക്കുന്നെന്നും പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതേസമയം കഴിഞ്ഞ കുറച്ചു വർഷമായി ജപ്പാനിലെ ജനന നിരക്കിൽ ഗണ്യമായ കുറവാണ് കാണാൻ സാധിക്കുന്നത്. പ്രായമേറിയവരുടെ ജനനസംഖ്യയിൽ വർധനമുണ്ടാകുമെന്നും തൊഴിൽ ശക്തി കൂടുന്നത് രാജ്യത്ത് വെല്ലുവിളി ഉണ്ടാക്കുകയാണ്. ജപ്പാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിൽ 3,30,074 ജനനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയമുണ്ടായ ജനന നിരക്കിനേക്കാൾ 5.7% കുറവാണ് ഇത്തവണ കാണിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.